ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. കാട്ടൂർ അവിടെ ഒരു കാറ്ററിംഗ് നടത്തുന്ന ഒരു വീടുണ്ട്. അവരൊരുപാട് പഴയ ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഫുഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഭയങ്കര നല്ല അഭിപ്രായമാണ്. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നായിരുന്നു. വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതല്ല, ഞാൻ ഒരു കാറ്ററിംഗ് ബുക്ക് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ നല്ല ഫ്രഷ് മീൻ കട്ട് ചെയ്യുന്നവർ ചോദിച്ചപ്പോൾ ഇവർ കാറ്ററിങ്ങിൻ്റെ ഫുഡ് കൊടുക്കുന്നത് ഇവർ സ്വന്തമായിട്ട് കൊച്ചിയിൽ നിന്ന് പറഞ്ഞ മീൻ വരുത്തിയിട്ട് ആണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ കാര്യങ്ങളും ഫുഡ് ഉണ്ടാക്കുന്ന രീതിയും എല്ലാം ഞാനൊന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ സോളി ചേച്ചി തിരക്കാണ്. നാളെ 1300 പേരുടെ പരിപാടിക്കുള്ള തിരക്കാണ്. അപ്പോൾ ആ ചേച്ചിയോട് ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ചേച്ചി അതിനെക്കുറിച്ചുള്ള പറഞ്ഞു തരും. അപ്പോൾ ചേച്ചിയുടെ പേര് പറഞ്ഞോ, പേര് പറഞ്ഞു തുടങ്ങിക്കോ. എൻ്റെ പേര് സോളി വിൽസൺ. സോളി വിൽസൺ. ഓക്കെ. എത്ര വർഷമായി തുടങ്ങിയിട്ട്? 24 വർഷമായി കാറ്ററിംഗ് തുടങ്ങിയിട്ട്. എങ്ങനെ പോകുന്നു ഇപ്പോൾ? നല്ല രീതിയിൽ ഡെയിലി ഞങ്ങൾക്ക് വർക്കുണ്ട്. ഞങ്ങൾ 10 പിന്നെ സർവീസുകാർ തന്നെ 22 പേരുണ്ട്. അല്ലാതെ ജോലിക്കാർ 10 പേരുണ്ട്. സർവീസിന് തന്നെ 22 പേര്, മൊത്തം 35 പേര് അടങ്ങുന്ന ഒരു ടീമാണത്. അവർ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. ഇതിപ്പം ഈ സ്ഥലം പറയുകയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ വടക്കോട്ട് മാറിയുള്ള കാട്ടൂർ എന്ന് പറയും. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വരുന്നവർ ഹൈവേയിൽ തുമ്പോളി ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് വരുമ്പോൾ തീരദേശ റോഡാവും. ആ തീരദേശ റോഡിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോഴാണ് കാട്ടൂർ ജംഗ്ഷൻ. കാട്ടൂർ പള്ളിയുടെ അവിടുന്ന് ഇടത്തേക്ക് തിരിയുമ്പോഴാണ് ഒരു കുരിശടിയുണ്ട്. ആ കുരിശടി കഴിഞ്ഞ് വരുമ്പോൾ ആദ്യം കാണുന്ന വലത്തേക്കുള്ള റോഡിൽ വരുമ്പോഴാണ് ഈ സോളി ചേച്ചിയുടെ കാറ്ററിംഗ്. കാറ്ററിംഗിന്റെ പേരെന്താ ചേച്ചി? മേരിമാത കാറ്ററിംഗ് എന്നാണ്. അപ്പോൾ നമ്മുടെ ആലപ്പുഴയിലെ ജില്ലക്കാർക്കൊക്കെ ഇവിടെ വന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ സാധിക്കും. നല്ല ഫുഡാണ്. ഇന്ന് തന്നെ ഇപ്പോൾ 1300 പേർക്ക് നാളെ ഭക്ഷണമുണ്ട്. ഇവിടെ വൈകുന്നേരം ഒരു 500 പേരുടെ പരിപാടി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇവരുടെ കാര്യം നല്ലവണ്ണം വിജയിക്കട്ടെ, എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇവരുടെ ഭക്ഷണം കഴിക്കുവാനും ഇവർക്കൊരു ഓർഡർ കൊടുക്കുവാനും ഒക്കെ എല്ലാവരും ശ്രമിക്കുക. ഇവരുടെ നമ്പരും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇവർ കൊച്ചിയിൽ നിന്ന് മീൻ എടുത്തിട്ട് ആണ് ഇവർ നേരിട്ട് ബോട്ടിൽ നിന്ന് എടുക്കുന്നത്. നേരിട്ട് ബോട്ടിൽ നിന്ന് മീൻ കണ്ടോ? എത്ര കിലോ തൂക്കം വരുന്ന മീനാണ്? 50 കിലോ തൂക്കമുള്ള എന്നാട്ട കേര ടൂണ. അതെ, ആ മീനാണ്. ഇവരിത് മീനെടുത്ത് സ്വന്തമായിട്ട് തൊലി പൊളിച്ച് കട്ട് ചെയ്ത് എടുത്തിട്ട് ആ മീനാണ് ഇവർ കറക്കി ഉപയോഗിക്കുന്നത്. ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കാറ്ററിംഗ് കാര്യമൊന്നും ഇപ്പം നമുക്ക് കിട്ടാനില്ല. നമ്മുടെ മാനേജർ ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ പേരെന്ന് ചോദിക്കാൻ ഞാൻ. പേരെന്താണ്? സോളി ചേച്ചിയുടെ മോളാണിത്. സോളി ചേച്ചിയുടെ മോളാണ് മാനേജർ. ഞങ്ങൾ 2 പെൺമക്കളാണ്. പേര് പറഞ്ഞോ? മരീറ്റ എന്നാണ് പേര്. ഓക്കെ. അപ്പൊ ഇവിടെ വേറൊരു ചേച്ചി നിൽപ്പുണ്ട്. ചേച്ചി എന്തോ ചെയ്യുകയാണ്. ചേച്ചിയെ കൂടെ നമുക്ക് പരിചയപ്പെടാം. ചേച്ചിയുടെ പേര് പറഞ്ഞു. എന്തായിട്ട് ജോലി ചെയ്യുന്നത് ഇവിടെ? സഹായിയാണ് ഇവിടെ. ചേച്ചി സഹായിയാണ് ഇവിടുത്തെ. ഇതൊരു വലിയ കിച്ചണാണ് കേട്ടോ. നല്ല എനിക്ക് 300 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു വലിയ കിച്ചണാണ്. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കിച്ചണിനകത്ത്. നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഇവിടെ കാണാൻ വന്നിപ്പോണ്ടേ. അവർക്ക് ഞാൻ വീഡിയോ എടുത്തപ്പോൾ കാണാൻ വേണ്ടി ഒരു രസം. നമുക്ക് അപ്പുറത്ത് 2-3 ചേച്ചിമാരിരുന്ന് അരിയുന്നുണ്ട്. നമുക്ക് അവരെ കൂടെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ചേച്ചി, നിങ്ങളുടെ പേരോടെ ഒന്ന് പറഞ്ഞു. അതേ മാങ്ങ അരുന്ന ചേച്ചിമാരാണ്. അവരെ കൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്തരാം. ചേച്ചിയുടെ പേര് പറഞ്ഞു. ടെൻസിന് ചേച്ചി. ചേച്ചി മാങ്ങ അരിച്ചിലാണ്, അച്ചാറുള്ള മാങ്ങയാണ്. ചേച്ചിയുടെ പേര് പറഞ്ഞു. എൻ്റെ പേര് ശോശാമ്മ. ശോശാമ്മ ചേച്ചി. ശോശാമ്മ ചേച്ചി എന്നാണ് പറഞ്ഞത്. ഇവിടെ ചേച്ചി ഉള്ളി പൊളിക്കുന്നുണ്ട്. ചേച്ചിയുടെ പരിചയപ്പെടാം. ചേച്ചിയുടെ പേര് പറഞ്ഞു. സുനിത ചേച്ചിയുടെ പേര്. അപ്പൊ ചേച്ചി മീൻകറികളിൽ ഉള്ളി പൊളിക്കാന്നാ പറയുന്നത്. അപ്പോൾ ആലപ്പുഴ ജില്ലയിലുള്ളവരാണെങ്കിലും അടുത്ത പ്രദേശത്തുള്ളവരാണെങ്കിലും ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവരെ കോൺടാക്റ്റ് ചെയ്യുക. ഉത്തരവാദിത്തോടു കൂടി ഭക്ഷണങ്ങളെല്ലാം തന്നെ ഇവർ വീട്ടിലെത്തിച്ചു തരും. അപ്പോൾ ഇത് എല്ലാവരും പൂർണ്ണമായി ഇങ്ങനെയുള്ള കാറ്ററിങ്ങുകാരെ ആയി ബന്ധപ്പെടാനും അതിന് നമ്മളുടെ വീടുകളിലെ ഫങ്ഷനൊക്കെ വിജയിപ്പിക്കുവാനും ഉള്ള ഒരു അനുഗ്രഹമാകട്ടെ. അടുത്ത ഒരു വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.